ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരെ വീട്ടിൽ നിന്ന് ജിമ്മി വിടാറില്ലെന്നോ, എന്തോ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എന്തോ അവർക്ക് ഹൈറ്റ് വെക്കത്തില്ലെന്നോ, വർക്കൗട്ട് ചെയ്യാനുള്ള പ്രായമായില്ലെന്നൊക്കെ പറഞ്ഞ് ജിമ്മി വിടാത്ത കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും ഇതിപ്പോ കേൾക്കും. എന്തായാലും നിങ്ങളെ ജിമ്മി വിടുന്നില്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യും, അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ വീട്ടിലിരുന്ന് ഒരു എക്യുപ്മെന്റ്സും ഇല്ലാതെ അത്യാവശ്യം നല്ല ഡീസന്റ് ബോഡി ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ട് പറഞ്ഞുതരാം. എന്തായാലും ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ആണ്. ചെസ്റ്റിന് വേണ്ടിയുള്ള മെയിൻ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ പുഷപ്സ് ആണ്. പുഷപ്സ് നിങ്ങൾ ഒരു 15 to 20 റെപ്സ് 3 സെറ്റ് വെച്ച് അടിക്കുക. രണ്ടാമത്തെ പാർട്ട് ബാക്ക് ആണ്. ബാക്കിന് വേണ്ടിയുള്ള മെയിൻ വർക്കൗട്ടാണ് പുള്ളപ്പ്. പുള്ളപ്പ് മാത്രം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് നല്ല വൈഡ് ആയിട്ട് തന്നെ ഇരിക്കും. അതിനൊരു മാറ്റമില്ല. കാരണം വെച്ചാൽ ഞാൻ എനിക്ക് ബാക്ക് അത്യാവശ്യം ആവാം. ജിമ്മിൽ പോകുന്നതിന് മുന്നേ അത്യാവശ്യം ബാക്ക് ഉള്ളതിന്റെ കാരണം തന്നെ പുള്ളപ്പ് അടിച്ചിട്ട് തന്നെയാണ്. മൂന്നാമത്തെ പാർട്ട് ട്രൈസെപ്സ് ആണ്. ട്രൈസെപ്സിനുള്ള മെയിൻ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡിപ്സ് ആണ്. ഡിപ്സ് എപ്പോൾ അടിക്കുക, നമുക്ക് മെഷീൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പികളൊന്നും ഇല്ലെങ്കിൽ ഒന്നും നോക്കണം, അടുക്കളയിലോട്ട് പോകുക, അടുക്കളയിൽ പോയി കിച്ചന്റെ കോർണറിലോട്ട് പോവുക, അവിടെ നിന്ന് ഡിപ്സ് അടിക്കുക. സൂപ്പർ ആയിട്ട് ട്രൈസെപ്സ് കിട്ടും, നല്ല മാറ്റവും വരും. പിന്നെ ഡൈവർ പുഷപ്പ് അടിക്കാനും മറക്കരുത്. അടുത്ത ബൈസെപ്സ്. ബൈസെപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിഹ്നപ്പടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കൂൾ ബാഗോ അല്ലെങ്കിൽ സ്കൂൾ ബാഗിലിട്ട് എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ബൈസെപ്പ് കളിക്കാം. അടുത്ത പറയുന്നത് ഷോൾഡർ. ഷോൾഡറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈക്ക് പുഷപ്പ് എന്നൊരു സംഭവമാണ്. പൈക്ക് പുഷപ്പ് അടിക്കാം. പിന്നെ രണ്ടാമെന്ന് പറയുമ്പോൾ ഹാൻഡ് സ്റ്റാൻഡ് നിൽക്കാൻ പറ്റും, ഹാൻഡ് സ്റ്റാൻഡ് അടിക്കാം, ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പ് അടിക്കാം. അടുത്തെന്ന് പറയുമ്പോൾ ലെഗ് ആണ്. ലെഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് സ്ക്വാട്സ് ആണ്. സ്ക്വാട്സ് നമുക്ക് വെയിറ്റഡ് സ്ക്വാട്സ് അടിക്കാം. എന്ന് പറയുമ്പോൾ നമുക്ക് കയ്യിലൊരു എന്തെങ്കിലും വെയിറ്റ് വെച്ച് സ്ക്വാട്സ് അടിക്കാം. എക്സ്പ്ലോസീവ് സ്ക്വാട്സ് ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ലഞ്ചസ് അടിക്കാം. എങ്ങനെയുള്ള നമുക്ക് ലെഗ് ബിൽഡ് ചെയ്യാൻ പറ്റും. അടുത്തത് ആപ്സ്. ആപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്സ് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ തന്നെ സുഖമായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മസിൽ പാർട്ടാണ് ആപ്സ്. ക്രഞ്ചസ് അടിക്കാം, ലെഗ് റേസസ് അടിക്കാം, പിന്നെ റഷ്യൻ ഡിസ്ക് അടിക്കാം. അങ്ങനെ കുറെ എക്സസൈസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു സ്പ്ലിറ്റ് വൈസ് വേണം ചെയ്യാം. എന്ന് പറയുമ്പോൾ ജസ്റ്റ് ട്രൈസ് ബാക്കി ബൈസ് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫുൾ ബോഡി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. എങ്ങനെ ചെയ്താലും നല്ലതായിരിക്കും. ഞാൻ ഫുൾ ബോഡി ആയി റെക്കമെൻഡ് ചെയ്യുന്നത്, കാരണം ഞാൻ ഫുൾ ബോഡി ചെയ്തിട്ട് എനിക്ക് വല്ല മാറ്റം വന്നു. പിന്നെ അടുത്ത കാര്യം പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് കൂടുതൽ കഴിക്കുക. എന്ന് പറയുമ്പോൾ മുട്ട, ഇറച്ചി, ചിക്കൻ, മീറ്റ് അങ്ങനത്തെ കൂടുതൽ ഫുഡ്സ് കഴിക്കാൻ ശ്രമിക്കുക. വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നല്ലപോലെ അകത്തോട്ട് എന്തെങ്കിലുമൊക്കെ പോയാലേ നമുക്ക് മാറ്റം പറ്റത്തുള്ളൂ. നിങ്ങളുടെ വീട്ടുകാർ ജിമ്മിൽ വിടുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുക. ജിമ്മിൽ പോയാലേ മസിൽ വെക്കത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റ് മാത്രം മതി. നിങ്ങൾക്ക് എവിടെ ആയാലും നിങ്ങൾക്ക് നല്ലൊരു ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് പൈസ ഇറക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഡംബിൾസ് വാങ്ങി കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് ഡംബിൾസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പ്രോഗ്രസീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും വീട്ടിൽ ജിമ്മിൽ ഇടാത്തവർക്ക് വേണ്ടി ഞാൻ അത്യാവശ്യം നല്ല ബോഡി സെറ്റ് ആക്കാൻ വേണ്ടി കുറച്ച് വർക്കൗട്ട്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞില്ല കേട്ടില്ല ഒന്നും പറയില്ല. അപ്പോൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് നല്ല ഫുഡൊക്കെ നോക്കി ഡയറ്റൊക്കെ നോക്കി ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, സ്റ്റേ സ്ട്രോങ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.